എന്താണ് സമസ്ത സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു വെറൈറ്റി കണ്ടെത്താനുള്ള കാരണം എന്താ? ഞങ്ങൾ ചോക്കാട് റേഞ്ച് ജമീയത്തുൽ മുഅല്ലിമീൻ്റെ കീഴിൽ ഒരു 100 പതാക നാട്ടണമെന്ന് സംഘത്ത് തീരുമാനിക്കുകയും ആ വിവരം റേഞ്ച് ആകുമ്പോൾ ഏതെങ്കിലും ഒരു മഹല്ല് അത് ഏറ്റെടുത്ത് നടത്തണമല്ലോ. അങ്ങനെ ഈ വിഷയം റേഞ്ച് ഭാരവാഹികൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പന്നിക്കോട്ടുമുണ്ട മഹല്ലിലെ യുവാക്കൾ ഉസ്താദെ സമസ്തൻ്റെ 100ാം വാർഷികമല്ലേ, അത് ഞങ്ങൾക്ക് ഉഷാറാക്കണം എന്ന് പറഞ്ഞ് അവർ മുന്നിട്ടിറങ്ങി ഒരാഴ്ച രാവെന്നോ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വളരെയധികം ആത്മാർത്ഥമായി. അങ്ങനെ ആ ഉസ്താദ് ഞങ്ങൾ ഏറ്റെടുക്കാന്ന് പറഞ്ഞ ആളുകൾ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഒന്ന് പേരൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ പേര് ഷെരീഫ്. ഷെരീഫ് ഖാന്റെ തലയാണോ ഈ തല? ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കട്ടക്ക് സപ്പോർട്ടായിട്ട് എല്ലാ ഇപ്പം ചെറുപ്പക്കാരും വലിയവരായിട്ടും എല്ലാവരും ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ആവണം ഒരു സംഗതി എന്ന് പറയാൻ കാരണം അങ്ങനെ ഒരു നമ്മളൊരു പാട്ടിനെ ആസ്പദമാക്കിയിട്ട് ആ പണ്ട് പായക്കപ്പലിൽ എന്നൊരു ഓർമ്മ വന്നു, അതിൽ നിന്നൊരു പ്രചോദനം. അങ്ങനെ ടീമിനൊക്കെ കൂട്ടിയപ്പോ എല്ലാവരും ഒരു ടീം ഇതുണ്ട്. എല്ലാവരും നമ്മൾ പറയും, അതിനനുസരിച്ച് എല്ലാവരും അവർ കേൾക്കും. പേര് ജിഷാദ് ബാബു ഉണ്ട്, പിന്നെ റയീസ്, സാപ്പി, അനു, ആദില്, റിയാസ്, പിന്നെ അതുപോലെ ചെക്കന്മാർ കുറെ ഒരുപാട് പേരുണ്ട്. മുസ്ലിം സഹോദരങ്ങളും എല്ലാവരും ഉണ്ട്, നാനാജാതിക്കാരും. പിന്നെ ജിനീഷിനെ പ്രത്യേകം, അവന് ജോലിക്ക് പോയതുകൊണ്ടാണ് ഇല്ലാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനും എല്ലാ പരിപാടിക്കും സജീവമായിട്ട് കൂടുന്നതാണ് നമ്മളിപ്പം. എപ്പോഴാണ് വർക്ക് തുടങ്ങൽ? എപ്പോഴാണ് എന്നിട്ട് തിരികെ വീട്ടിലേക്കൊക്കെ വർക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ തുടങ്ങും. പിന്നെ ജോലിക്ക് പോകുന്നവർക്ക് ഒരു 8 മണി വരെ അങ്ങനെ. അത് പിന്നെ വന്നിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഒരു 5 മണിക്ക് ശേഷം ചിലപ്പോൾ 12 മണി 11 മണി അങ്ങനെയൊക്കെ ആവും. ചിലപ്പോൾ ലാസ്റ്റ് ടൈമിൽ 3 മണി വരെ നിന്നവരുണ്ട്.